Welcome to Digital Professor. So, in today's lecture, we are going to learn about the structure of a Java program. So, നമ്മളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അതിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇൻട്രൊഡക്ഷൻ ടു ജാവ. ഇൻട്രൊഡക്ഷൻ ടു ജാവ എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് എ സിമ്പിൾ ജാവ പ്രോഗ്രാം. സോ, വാട്ട് ഈസ് എ ജാവ പ്രോഗ്രാം? We can say that a Java program is made up of several parts. Let's understand each part using a very simple example. അപ്പോൾ ഈ ഒരു ചെറിയ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് പബ്ലിക് ക്ലാസ് ഹലോ വേൾഡ്, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർക്ക് എസ്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഹലോ വേൾഡ്. ഇത് ജാവ പ്രോഗ്രാമിൻ്റെ ഒരു സിംപ്ലസ്റ്റ് സ്ട്രക്ചറാണ്. ഇനി ഇതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഈച്ച് ലൈൻ ഓഫ് കോഡ് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ലൈൻ പബ്ലിക് ക്ലാസ് ഹലോ വേൾഡ്, ഇതാണ് ക്ലാസ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ലൈൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർക്ക് എസ്, ഇതാണ് മെയിൻ മെത്തേഡ്. ഇനി തേർഡ് ലൈൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഹലോ വേൾഡ്, ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇത് കൂടാതെ ഇതിൽ വരുന്ന ബാക്കി എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബ്രാക്കറ്റ്സ് ഉണ്ടാവും, ക്ലോസിംഗ് ബ്രാക്കറ്റ്സ് ഉണ്ടാവും, സെമി കോളൻ ഉണ്ടാവും. ഇനി ഇത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ അതിലെ ഫസ്റ്റ് ലൈൻ ദാറ്റ് ഈസ് ക്ലാസ് ഡിക്ലറേഷൻ പബ്ലിക് ക്ലാസ് ഹലോ വേൾഡ്. ഇതിൽ 3 വേർഡ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ ആണ് പബ്ലിക്. പബ്ലിക് എന്ന് പറയുന്നത് ഒരു ആക്സസ് മോഡിഫയർ ആണ്, അതായത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ആക്സസ്. ഇപ്പോൾ ഇതിൽ പബ്ലിക് ആണ്, സോ ഇറ്റ് മീൻസ് ദ ക്ലാസ് ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം എനിവേർ. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ആർക്കും എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഇനി സെക്കൻഡ് വേർഡാണ് ക്ലാസ്. ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ആ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡാണ് ക്ലാസ് എന്ന് പറയുന്നത്. ഇനി തേർഡ് വേർഡാണ് ഹലോ വേൾഡ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിന് നമ്മൾ കൊടുത്ത നെയിമാണ് ഹലോ വേൾഡ്. സോ ക്ലാസ് ഡിക്ലറേഷനിൽ എന്തൊക്കെയുണ്ട്? പബ്ലിക് ക്ലാസ് ഹലോ വേൾഡ്. നമ്മൾക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ആ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്ത കീവേഡാണ് ക്ലാസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ആ ക്ലാസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ആ ക്ലാസ്സിന് കൊടുത്ത പേരാണ് ഹലോ വേൾഡ് എന്ന് പറയുന്നത്. ദെൻ ഈ ഹലോ വേൾഡ് എന്ന് പറയുന്ന ക്ലാസ്സിനെ നമ്മൾ പബ്ലിക്കായിട്ട് ആക്സസ് കൊടുത്തു, അതായത് ആക്സസ് മോഡിഫയർ പബ്ലിക്കായിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഹലോ വേൾഡ് എന്ന് പറയുന്ന ക്ലാസ്സിനെ ആർക്കും എവിടുന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഓക്കെ. ഇനി ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടെയ്നർ. സപ്പോസ് ക്ലാസ് ഈസ് എ കണ്ടെയ്നർ ദാറ്റ് ഹോൾഡ് എ പ്രോഗ്രാം. അതായത് നമ്മളൊരു ജാവ പ്രോഗ്രാം റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എടുത്തു വയ്ക്കാനുള്ള ഒരു കണ്ടെയ്നർ ആയിട്ട് ക്ലാസ്സിനെ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ലൈൻ ഫോർ എ ക്ലാസ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റ്സും. ബ്രേസസ് ഡിഫൈൻ ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് എ ബ്ലോക്ക്. ഫോർ എക്സാമ്പിൾ പബ്ലിക് ക്ലാസ് ഹലോ വേൾഡ്, ഇത് നമ്മളുടെ ക്ലാസ് ഡിക്ലറേഷൻ. അത് കഴിഞ്ഞിട്ടൊരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റും ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ദീസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസസ് ദർ വിൽ ബി ദ കോഡ്. അതായത് നമ്മൾ എന്താണോ കോഡ് ചെയ്യുന്നത്, എന്താണോ പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നത്, ആ പ്രോഗ്രാം ഹോൾഡ് ചെയ്യുക ഈ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റിൻ്റെയും ക്ലോസിംഗ് ബ്രാക്കറ്റിൻ്റെയും ഇടയിലായിരിക്കും. ദാറ്റ് ഈസ് എവറിത്തിങ് ഇൻസൈഡ് ദീസ് ബ്രേസസ് ബിലോങ്സ് ടു ദ ക്ലാസ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസിൻ്റെ ആയിരിക്കും ആ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റിൻ്റെയും ക്ലോസിംഗ് ബ്രാക്കറ്റിൻ്റെയും ഇടയിൽ വരുന്ന ലൈൻ ഓഫ് കോഡ്സ്. അതാണ് ഓപ്പണിംഗ് ബ്രാക്കറ്റ്സിൻ്റെയും ക്ലോസിംഗ് ബ്രാക്കറ്റ്സിൻ്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ലൈൻ മെയിൻ മെത്തേഡ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർക്ക് എസ്. ദിസ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് എവറി ജാവ ആപ്ലിക്കേഷൻ. നമ്മൾ ജാവ കോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നതാണ് മെയിൻ മെത്തേഡ്. വെൻ യു റൺ എ ജാവ പ്രോഗ്രാം, ദ JVM ദാറ്റ് ഈസ് ജാവ വെർച്വൽ മെഷീൻ ഫസ്റ്റ് ലുക്ക് ഫോർ ദ മെയിൻ മെത്തേഡ്. നമ്മളൊരു ജാവ പ്രോഗ്രാം റൈറ്റ് ചെയ്ത് അതിനെ റൺ ചെയ്യുമ്പോൾ JVM ആദ്യം സെർച്ച് ചെയ്യുക ആ പ്രോഗ്രാമിൽ മെയിൻ മെത്തേഡ് ഉണ്ടോ എന്നുള്ളതായിരിക്കും. JVM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ലേറ്ററാണ്. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിന് മെഷീൻ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ, ബട്ട് നമ്മൾ റൈറ്റ് ചെയ്യുന്നത് എന്താണ്? ജാവ ലാംഗ്വേജ് ആണ്. സോ നമ്മൾ കൊടുക്കുന്ന ജാവ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് മാത്രം മനസ്സിലാവണം കമ്പ്യൂട്ടറിന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ട്രാൻസ്ലേറ്ററാണ് ജാവ വെർച്വൽ മെഷീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾക്ക് ഇംഗ്ലീഷ് ആൻഡ് മലയാളം മാത്രമായിരിക്കും കംഫർട്ടബിൾ, ബട്ട് നമ്മളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളൊരു ജാപ്പനീസ് ആണെന്ന് വിചാരിക്കുക. സോ
ഇൻ ബിറ്റ്വീൻ നമ്മൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരാൾ വേണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. മലയാളം അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനും ജാപ്പനീസ് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനും. സോ JVM ആയിരിക്കും ആ ഒരു ഫംഗ്ഷൻ ചെയ്യുക. സിംപ്ലി കമ്പ്യൂട്ടറിനും അത് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. യൂസർ കൊടുക്കുന്ന ജാവ പ്രോഗ്രാമിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആയിട്ട് കൊടുക്കുന്നതാണ് ജാവ വെർച്വൽ മെഷീൻ ചെയ്യുന്ന ഫംഗ്ഷൻ. ദെൻ ഇനി മെയിൻ മെത്തേഡിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ പബ്ലിക്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അതൊരു ആക്സസ് മോഡിഫയർ ആണ്. നമുക്ക് ആകെ ഒരു 3 ആക്സസ് മോഡിഫയേഴ്സ് ഉണ്ട്: പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്. അതിൽ പബ്ലിക് എന്ന് പറയുന്നത് ആർക്കും എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഇനി പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് മാത്രം ആക്സസ് ചെയ്യാം. ഇനി പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ കൊടുക്കുന്ന ആൾക്കാർക്ക് മാത്രം, അല്ലെങ്കിൽ യൂസറിന് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന ആക്സസ് മോഡിഫയർ. ഇവിടെ നമ്മൾ പബ്ലിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ആക്സസബിൾ ഫ്രം എനിവർ. സെക്കൻഡ് വൺ സ്റ്റാറ്റിക്. Static can be called without creating an object. Then void. Void means it does not return any value. Then main. Main, it is a name of the method. Then string arg s. String arg s എന്ന് പറയുന്നത് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് string argument s എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. This is all about the main method. Then മെയിൻ മെത്തേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെത്തേഡ് ബോഡി. അതായത് ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഉണ്ടാവും, ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉണ്ടാവും. ഇൻ ബിറ്റ്വീൻ ദർ ഈസ് എ മെയിൻ മെത്തേഡ് ബോഡി. ദാറ്റ് ഈസ് എവറിത്തിങ് ഇൻസൈഡ് ദ ബ്രേസസ് ഓഫ് ദ മെയിൻ മെത്തേഡ് ഈസ് എക്സിക്യൂട്ടഡ് വെൻ ദ പ്രോഗ്രാം റൺസ്. അതായത് ഈ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു പോർഷൻ ആയിരിക്കും നമ്മൾക്ക് എക്സിക്യൂട്ട് ചെയ്യുക, ആൻഡ് ദ യൂസർ വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്. സോ ഹിയർ ദ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് system.out.println. സോ അത് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് യൂസറിന് ഔട്ട്പുട്ടായിട്ട് എന്ത് കൊടുക്കും? ഹലോ വേൾഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആയിട്ട് യൂസേഴ്സിന് ഔട്ട്പുട്ട് കിട്ടും. ദാറ്റ് ഈസ് എ മെയിൻ മെത്തേഡ് ബോഡി. ദെൻ ലാസ്റ്റ് വൺ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിലുള്ള ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നമുക്ക് ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻ. അതിൽ ഫസ്റ്റ് വൺ സിസ്റ്റം. സിസ്റ്റം എന്ന് പറയുന്നത് ജാവയിൽ ബിൽട്ട് ഇൻ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ദാറ്റ് ഈസ് ജാവാസ് ബിൽട്ട് ഇൻ ക്ലാസ്. ഔട്ട് എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട് സ്ട്രീം. അതായത് നമ്മൾ എവിടെ ഔട്ട്പുട്ട് കാണുന്ന സ്ക്രീൻ. So to the screen, it is a standard output stream. Then print ln, print text and move to the next line. അതായത് ഒരു ടെക്സ്റ്റ് ലൈൻ പ്രിന്റ് ചെയ്തു, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈൻ അടുത്ത ലൈനിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ LN എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രിന്റ് LN. അപ്പോൾ സപ്പോസ് ഹലോ വേൾഡ് ആൻഡ് ഹായ് ഇങ്ങനെയാണ് നമുക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹലോ വേൾഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിലായിരിക്കും ഹായ് എന്നുള്ളത് പ്രിന്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് പ്രിന്റ് LN എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. And finally we will get the output hello world. Then semicolon. എല്ലാ ലൈൻസിൻ്റെയും എൻഡിങ്ങിൽ സെമികോളൻ ഉണ്ടാവും. So what is this? Every Java statement ends with a semicolon. It tells Java this statement is complete. അതായത് നമ്മളൊരു ലൈൻ എഴുതി അതിൻ്റെ എൻഡിങ്ങിൽ സെമികോളൻ ഇട്ട് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കംപ്ലീറ്റ് ആണ്. ദാറ്റ് ഈസ് പെർഫെക്റ്റ്. സെമികോളൻ മിസ് ആകുമ്പോഴാണ് നമുക്ക് എറർ ജനറേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് സംതിങ് ഈസ് മിസ്സിങ് ഓർ സം എറർ ഈസ് ഇൻ ദാറ്റ് ലൈൻ. So semicolon tells Java that this statement is complete and okay. ഇനി ഇത്രയും ലൈൻസ് റൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? വാട്ട് ഹാപ്പൻസ് വെൻ ഇറ്റ് റൺസ്? ഫസ്റ്റ് JVM സ്റ്റാർട്ട്സ് എ പ്രോഗ്രാം. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ JVM ഫൈൻഡ്സ് എ മെയിൻ മെത്തേഡ്. നമ്മൾ കൊടുത്ത പ്രോഗ്രാമിൽ മെയിൻ മെത്തേഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. സോ ഇവിടെ മെയിൻ മെത്തേഡിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത്? system.out.println hello world എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് യൂസറിന് ഹലോ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ലൈൻ ഓഫ് കോഡ് ഡിസ്പ്ലേ ചെയ്യും, ആൻഡ് ദ പ്രോഗ്രാം എൻഡ്സ്. സോ ദാറ്റ് സ്ട്രക്ചർ ഓഫ് പ്രോഗ്രാം ഈസ് കംപ്ലീറ്റ്ലി എക്സിക്യൂട്ടഡ്. ഇത്രയാണ് ഒരു ജാവ എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹോപ്പ് all of you understand. So thank you for watching this video. Hope you now have a clear understanding of the structure of a Java program, and please subscribe and press the bell button, and also please like and share for more videos. Thank you.